ഇസ്മി ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടൗഡിയോട് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നുള്ള വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ആസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളൊന്ന് നോക്കുന്നത് വിടാമുയർച്ചി സെക്കൻഡ് ലുക്ക്, മൈ ഒപ്പീനിയൻ. വിടാമുയർച്ചി എന്ന ചിത്രത്തിൻ്റെ സെക്കൻഡ് ലുക്കിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. അപ്പോൾ അതാണ് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. തല അജിത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് വിടാമുയർച്ചി എന്നത്. അപ്പോൾ ആ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് കഴിഞ്ഞ ആഴ്ച പുറത്തുവിട്ടിരുന്നു. ഫസ്റ്റ് ലുക്കിനൊരു മിക്സർ റിവ്യൂ ആയിരുന്നു വന്നിരുന്നത്. 50-50 റിവ്യൂ ആയിരുന്നു വന്നത്. ഒരു ആവറേജ് ഫസ്റ്റ് ലുക്കായിരുന്നു. തല ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു ഫസ്റ്റ് ലുക്ക് എന്ന് പറയാം. പ്രതീക്ഷിച്ച അത്ര ഒരു ഇത് കിട്ടിയില്ല ഫസ്റ്റ് ലുക്കിൽ. പക്ഷേ സെക്കൻഡ് ലുക്ക് മാസ്സായിട്ടുണ്ട്. ഒരു കെണ്ണ്, ഒരു വലിയ തോക്കും പിടിച്ചുകൊണ്ട് അജിത്ത് ഇങ്ങനെ നിൽക്കുന്നു. അതോടൊപ്പം 2 സ്റ്റില്ലുകളാണ് പുറത്തോട്ടിരിക്കുന്നത്. ഒരു തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതും പിന്നെ രണ്ടാമത് കാറിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നതുമായിട്ട് ഗ്ലാസ്സൊക്കെ വെച്ചിരിക്കുന്നതുമായിട്ട് ഒരു 2 സ്റ്റില്ലുകളാണ്, ലുക്സാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ തോക്കും പിടിച്ചൊരു മാസ് ലുക്കാണ്. കാരണം മാസ്സായിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു വേർഡ്സ്, ക്യാച്ചി ആയിട്ടുള്ള വേർഡ്സും കൊടുത്തിട്ടുണ്ട്. അതായത് എഫേർട്സ് നെവർ ഫെയിൽ, പരിശ്രമം ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്നുള്ളൊരു മോട്ടിവേഷൻ ഇതോടുകൂടിയാണ് അത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ലുക്ക് മാസ്സായിട്ടുണ്ടെന്ന് പറയാം. വളരെ ഒരു എക്സ്പെക്റ്റേഷൻ തരുന്ന, അല്ലെങ്കിൽ ഒരു ഹൈപ്പ് കൂട്ടുന്ന ഒരു സെക്കൻഡ് ലുക്കാണ് വിടാമുയർച്ചി ടീം പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ലുക്ക് അടിപൊളിയായിട്ട് റിസീവ് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഹോളിവുഡ് ആരാധകർ, തമിഴ് സിനിമാ പ്രേമികൾ. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് മകിൾ തിരുമേനിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളെന്ന് പറയുമ്പോൾ സ്ക്രീൻ പ്ലേ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. വളരെ എൻഗേജിങ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ മുൻകാല ചിത്രങ്ങൾ തടമൊക്കെ കാണുമ്പോഴറിയാം. തടം, തടയിറത്തൊക്കെ അതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. അരുൺ വിജയൊക്കെ വെച്ച് നല്ല നല്ല സിനിമകൾ ചെയ്ത ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ 6ാമത്തെ ചിത്രമാണിത് വിടാമുയർച്ചി എന്നത്, മകിൾ തിരുമേനി. അപ്പോൾ അദ്ദേഹം എത്ര വലിയ ഹീറോ ആണെങ്കിലും തൻ്റെ കഥയിലേക്ക് ഹീറോയെ കൊണ്ടുവരുന്ന ഒരു ഡയറക്ടറാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഒരു എക്സ്പെക്റ്റേഷൻ കൂടുവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്ന ഒരു ഡയറക്ടർ സിനിമയായിരിക്കും ഇത്. അജിത്ത് എന്ന സൂപ്പർ താരത്തിന് പുറമെ ഒരു ഡയറക്ടർ സിനിമയായിരിക്കും ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്ന അനിരുദ്ധാണ്. അനിരുദ്ധ് എന്ന് പറയുന്നത് അജിത്തിൻ്റെ ഒരു ഫാൻ ബോയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേതാളവും അതോടൊപ്പം വിവേകവുമൊക്കെ, അതായത് 2 സിനിമകളാണ് അനിരുദ്ധ് ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്നത്. വേതാളം, വിവേകം അജിത്തിൻ്റെ കൂടെ. ഇത് അദ്ദേഹത്തിൻ്റെ 3ാമത്തെ സിനിമയാണ്. അപ്പോൾ വേതാളത്തിൽ ആലിമാടോലിമ പാട്ടൊക്കെ ഉണ്ടാക്കിയ ഓളമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂസിക് നല്ലതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതുപോലെ സോങ്സ് ഒന്നും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. വരുമ്പോഴും നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വിടാമുയർച്ചി എന്നത് ഏതായാലും കുറേ നാളായിട്ട് അപ്ഡേറ്റുകളൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ തുടരെ അപ്ഡേറ്റുകളാണ്. വിടാമുയർച്ചി ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രമായ ഗുഡ് ബാഡ് അഗ്ലി, ഇങ്ങനെ തുടരെ അപ്ഡേറ്റുകൾ വരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ട് 1.5 വർഷമായി. കാരണം 2023 ജനുവരിയിലാണ് അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം തുനുവ് പുറത്തിറങ്ങിയത്. അതും വിജയ്ക്കോ പാരീസിനൊപ്പം ക്ലാഷ് വെച്ച്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സിനിമകളൊന്നും പുറത്തു വന്നില്ല. അപ്ഡേറ്റുകളും അങ്ങനെ ഇല്ലായിരുന്നു. 2023 ഷൂട്ട് തുടങ്ങിയ സിനിമയാണ് വിടാമുയർച്ചി. ഇടയ്ക്ക് ഡ്രോപ്പായെന്നും ഇങ്ങനെയൊക്കെ ന്യൂസുകളൊക്കെ വന്നിരുന്നു. പക്ഷേ ഷൂട്ടിങ് അവസാനം ഫൈനൽ ഷെഡ്യൂളാണ്. ഏതായാലും ദീപാവലിക്കോ അല്ലെങ്കിൽ അത് കഴിഞ്ഞോ ചിത്രം പുറത്തിറങ്ങുമെന്നാണ് പറയുന്നത്. ദീപാവലിക്ക് വരുവാനായിട്ട് ചാൻസ് കുറവാണ്. കാരണം വമ്പൻ ക്ലാഷ് ആയിരിക്കും ദീപാവലിക്ക്. സൂര്യയുടെ കങ്കുവ, അതോടൊപ്പം രജനീകാന്തിൻ്റെ വേട്ടയൻ, ഇതൊക്കെ ദീപാവലി ക്ലാഷാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 3ാമതൊരു സൂപ്പർ താരത്തിൻ്റെ ഒരു ചിത്രം കൂടി വരുമ്പോൾ ഉറപ്പായിട്ടും ബിസിനസ്സിനെ അത് ബാധിക്കും. ഡിസ്ട്രിബ്യൂട്ടേഴ്സും തിയേറ്റർ ഉടമകളും അതിന് റിസ്ക് എടുക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ അതിന് ശേഷമായിരിക്കും വരാൻ പോകുന്നതെന്ന് ആണ് തോന്നുന്നത്. ഏതായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.